നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം അതൃപ്തി പരസ്യമാക്കി ഇടത് മുന്നണി കക്ഷിയായ RJD. പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ CPM അടിച്ചേൽപ്പിച്ചെന്നും RJD സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ദേശീയ സമിതി അംഗവുമായ യൂജിൻ മൊറേലി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഒരു സീറ്റിൽ ജയിക്കാത്ത കക്ഷികൾക്കും മന്ത്രിസഭയിൽ പങ്കാളിത്തമുണ്ടെന്നും RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി. വാടാനപ്പള്ളിയിൽ വൻ രാസലഹരി മരുന്നുവേട്ട. നെതർലാൻഡിൽ നിന്ന് കൊറിയർ വഴി എത്തിച്ച അതിമാരക മയക്കുമരുന്ന് എക്സൈസ് പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. പുല്ലഴി ശാന്തിനഗറിൽ കഞ്ചാവും LSD സ്റ്റാമ്പുമായി യുവാവ് പിടിയിൽ. ട്രെയിൻ യാത്രയ്ക്കിടെ യാത്രക്കാരുടെ ബാഗിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ 4 ഹരിയാന സ്വദേശികൾ ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. വാണിയംകുളത്തെ പെട്രോൾ പമ്പിന് തീയിടാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു. ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം. നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ചു കയറി. സംഭവം ബുധനാഴ്ച രാവിലെ. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പുന്നയൂർക്കുളം മാഞ്ചിറയിൽ റോഡ് തോട്ടിലേക്ക് തകർന്നു വീണു. പ്രതിഷേധവുമായി നാട്ടുകാർ. റോഡിൽ വിള്ളൽ വന്ന നിലയിൽ ഒരാഴ്ച മുൻപേ കണ്ടെത്തിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ. തകർന്നത് 8 വർഷം മുൻപ് 13 കോടിയോളം ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം അതൃപ്തി പരസ്യമാക്കി ഇടത് മുന്നണി കക്ഷിയായ RJD. പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ CPM അടിച്ചേൽപ്പിച്ചെന്നും RJD സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ദേശീയ സമിതി അംഗവുമായ യൂജിൻ മൊറാലി പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഒരു സീറ്റിൽ ജയിക്കാത്ത കക്ഷികൾ മന്ത്രിസഭയിൽ പങ്കാളിത്തം നൽകിയെന്നും മൊറാലി തൃശ്ശൂരിൽ പറഞ്ഞു. ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും പണം മുടക്കി അധ്വാനിക്കേണ്ട സ്ഥിതി തെരഞ്ഞെടുപ്പിലുണ്ടായി എന്നും യൂജിൻ മൊറാലി കൂട്ടിച്ചേർത്തു. മുന്നണി ഐക്യത്തിന്റെ ഭാഗമായാണ് പ്രയാസം അനുഭവിച്ചത്. പല സ്ഥലങ്ങളിലും മത്സരിച്ചത്. മര്യാദയുള്ള രാഷ്ട്രീയ കക്ഷിയാതിലാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നതെന്നും RJD മോശപ്പെട്ട രാഷ്ട്രീയ കക്ഷിയല്ല. CPM-നേക്കാളും CPI-യേക്കാളും ചിലയിടങ്ങളിൽ രാഷ്ട്രീയ ശക്തിയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിലോ LDF-ന്റെ ഘടക സംവിധാനത്തിലോ RJDക്ക് ഇതുവരെ അർഹമായ പരിഗണന ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇത് പരാജയപ്പെടുന്നത് സീറ്റുകൾ മുന്നണി അടിസ്ഥാനത്തിൽ ലഭിക്കാതിരുന്നത് കൊണ്ടാണ്, മറിച്ച് മത്സരിക്കാതിരുന്നത് കൊണ്ടോ പാർട്ടി ശോഷിച്ചത് കൊണ്ടല്ല. മാത്രവുമല്ല, ലഭിച്ച സീറ്റുകൾ ഒരു സാധ്യതയും ഒരു പഞ്ചായത്തിൽ ഏറ്റവും മോശപ്പെട്ട മുന്നണിക്ക് ഉള്ള സീറ്റ് ഏതാണോ അതാണ് RJDക്ക്. ഇതാണ് സ്ഥിതി. ബാക്കി ജയിക്കുന്ന സീറ്റുകളൊക്കെ പ്രധാനപ്പെട്ട കക്ഷികൾ എടുക്കുന്നവരേക്ക് വന്നതാണ് പരാജയത്തിന്റെ കാരണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാത്ത കക്ഷികൾക്കും സംസ്ഥാന മന്ത്രിസഭയിൽ പങ്കാളിത്തം നൽകി. LDF രൂപീകരണത്തിലടക്കം വലിയ പാരമ്പര്യമുള്ള ഞങ്ങളുടെ പാർട്ടിയെ പൂർണ്ണമായും അവഗണിക്കുകയാണ്. ഒരു ജില്ലയിലോ മണ്ഡലത്തിലോ പോലും LDF-ന്റെ കൺവീനർ സ്ഥാനം RJDക്ക് നൽകിയിട്ടില്ല. UDF-ൽ നിന്ന് LDF-ലേക്ക് വന്നത് അടിസ്ഥാനമായ ഇടം എന്ന നിലയിലാണ്. കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും MP വീരേന്ദ്രകുമാറിന്റെ വീട്ടിലെത്തി നേരിട്ട് ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് RJD LDF-ലെത്തിയത്. എന്നാൽ 8.5 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ ആനുകൂല്യങ്ങളൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇക്കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കുന്നത് പാർട്ടി പ്രവർത്തകരോടും മുന്നണിയോടും ചെയ്യുന്ന തെറ്റായി പോകും എന്നതിലാണ്. LDF മുന്നണി വിടുന്നതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ആലോചിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നാണ് ആവശ്യം. ദുർബലരായി മാറിയ കേരള കോൺഗ്രസിന് ലഭിച്ച പരിഗണന പോലും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ശബരിമല വിഷയത്തിലടക്കം LDF-ന് വലിയ പാളിച്ചകൾ സംഭവിച്ചുവെന്നും തെറ്റുകാരായ ആളുകൾക്കെതിരെ CPM ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശബരിമലയിൽ തൊട്ടാൽ കൈപ്പൊള്ളുമെന്ന് LDF നേതൃത്വം മനസ്സിലാക്കണമായിരുന്നു എന്നും യൂജിൻ മൊറേലി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ട്രെയിൻ യാത്രയ്ക്കിടെ ദമ്പതികളുടെ ബാഗിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതികളായ 4 ഹരിയാന സ്വദേശികൾ ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. 17.25 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. കോയമ്പത്തൂർ സ്വദേശിനി സതീദേവിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കേസിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ റെയിൽവേ പോലീസ് പറയുന്നത് ഇങ്ങനെ. നവംബർ 13-ന് ചെന്നൈയിൽ നിന്നും പട്ടാമ്പിയിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ കോയമ്പത്തൂർ കാഞ്ചീപുരം ഗോകുലം നഗർ വീട്ടിൽ വാസുദേവൻ സതീദേവി ദമ്പതികളുടെ ബാഗിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. പട്ടാമ്പിയിൽ വണ്ടി ഇറങ്ങിയ ഇവർ ബന്ധുവിൻ്റെ കല്യാണ വീട്ടിൽ എത്തി ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി അറിയുന്നത്. സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്നും മോഷണം പോയതെന്നറിയാതെ പിന്നീട് ദമ്പതികൾ കോയമ്പത്തൂരിലെ വീട്ടിലും പരിശോധന നടത്തി. അവിടെയും സ്വർണ്ണാഭരണങ്ങൾ ഇല്ലെന്നു മനസ്സിലാക്കിയ രമാദേവി ഡിസംബർ 5-നാണ് ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകിയത്.
എന്നാൽ ഇതിനിടെ സമാനമായ കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് റെയിൽവേ പോലീസ് 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസിൽ 53.5 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. ഈ വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളുടെ ഫോട്ടോ ലഭിക്കുകയും പിന്നീട് അനിൽ മാത്യുവും സംഘവും കോഴിക്കോട്ടെത്തി രമാദേവിയുടെ സാന്നിധ്യത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതോടെയാണ് 17.25 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഈ സംഘമാണ് മോഷ്ടിച്ചതിന് പിന്നിലെന്ന് മനസ്സിലായി. തുടർന്നുള്ള അന്വേഷണത്തിന് ശേഷം 4 ഹരിയാന സ്വദേശികളായ പ്രതികളെ ഡിസംബർ 11-ന് RPF അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രമാദേവിയുടെ ബാഗിലുണ്ടായിരുന്ന ലോങ് ചെയിൻ, കടകവള, മോതിരം, വള എന്നിങ്ങനെ ആകെ 17.25 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് പ്രതികൾ മോഷ്ടിച്ചത്. ട്രെയിൻ യാത്രയ്ക്ക് വരുന്നവരുടെ ബാഗ് പിടിക്കാൻ സഹായിക്കാനെന്ന പേരിൽ എത്തുകയും സഹായിക്കുകയും ചെയ്യുന്നതിനിടയിൽ പിന്നീട് ആരുമറിയാതെ മിനിറ്റുകൾക്കുള്ളിൽ മോഷണം നടത്തുകയാണ് ഇവരുടെ രീതിയെന്ന് RPF പറഞ്ഞു. നഷ്ടപ്പെട്ട ഭൂരിഭാഗം സ്വർണ്ണാഭരണവും റിക്കവറി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് റെയിൽവേ പോലീസ് SI അനിൽ മാത്യു പറഞ്ഞു. ഹരിയാന സ്വദേശികളായ 63-കാരൻ ദിൽബാഗ്, 43-കാരൻ ജിതേന്ദ്രൻ, 36-കാരൻ മനോജ് കുമാർ, 43-കാരൻ രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ ദിൽബാഗാണ് മോഷണം നടപ്പാക്കുന്നയാൾ. ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഈ മാസം 30 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുമായി RPF കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. വാടാനപ്പള്ളിയിൽ വൻ രാസലഹരി മരുന്നുവേട്ട. ക്രിസ്മസ് പുതുവത്സര വിപണി ലക്ഷ്യമിട്ട് നെതർലാൻഡിൽ നിന്ന് കൊറിയർ വഴി എത്തിച്ച അതിമാരകമായ മയക്കുമരുന്നാണ് പിടികൂടിയത്. സംഭവത്തിൽ തളിക്കുളം സ്വദേശി സംഗീതിനെ വാടാനപ്പള്ളി എക്സൈസ് അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ $6000 വില വരുന്ന കാലിഫോർണിയൻ സൺഷൈൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന 50-ലധികം LSD സ്റ്റാമ്പുകളാണ് എക്സൈസ് പിടിച്ചെടുത്തത്. നെതർലാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന വൻ രാസലഹരി മാഫിയയാണ് മയക്കുമരുന്ന് കടത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ തുടരന്വേഷണങ്ങൾ നടത്തുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന വൻ ലഹരി മാഫിയയിലെ ഒരു കണ്ണിയാണ് പിടിയിലായത്. പ്രതിയെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ലഹരിമരുന്ന് പിടികൂടിയത്. വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പട്രോളിംഗിൽ ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 50 LSD സ്റ്റാമ്പുകളുമായി സംഗീത് എന്ന ആളെ പിടികൂടുകയുണ്ടായി. ന്യൂ ഇയർ, ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി ഡാർക്ക് ബുക്ക് വഴി വരുത്തിയ സ്റ്റാമ്പുകളാണ് ഇന്ന് പിടികൂടിയത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ $1000 വരെ വില വരുന്നതാണെന്നാണ് അറിയിച്ചത്. തുടർന്ന് ന്യൂ ഇയർ, ക്രിസ്മസ് റെയ്ഡുകൾ കൂടുതൽ ശക്തമാക്കുകയും കൂടുതൽ കേസുകൾ കണ്ടെടുക്കുകയും ചെയ്യുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഞ്ചാവ് വിൽപ്പന ചോദ്യം ചെയ്ത വൈരാഗ്യത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 3 പേർക്കെതിരെ ചാവക്കാട് പോലീസ് കേസെടുത്തു. നാഫിസ്, അഫ്താബ്, ഉവൈസ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. കടപ്പുറം പുതിയങ്ങാടി കോർബത്തയിൽ 25 വയസ്സുള്ള അൻസാറിനെയാണ് സംഘം അതിക്രൂരമായി ആക്രമിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതികൾ വീട്ടിലെ കസേരകളും മേശയും അടിച്ചു തകർത്ത ശേഷം മാതാവിനെ തള്ളിവീഴ്ത്തുകയും അൻസാറിനെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ഇരുമ്പുകൊണ്ടുള്ള ആയുധമുപയോഗിച്ച് അൻസാറിൻ്റെ തലയ്ക്ക് സംഘം കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കേസിൽ ഉൾപ്പെട്ട പ്രതികൾ 3 പേരും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പോൾ വീട് കയറിയിട്ട് 2-3 ആൾക്കാരുണ്ട് വന്ന് വീട്ടിൽ കയറി മേശം കസേലൊക്കെ ഉണ്ട് അടിച്ചുകൊണ്ട് പൊട്ടിച്ച് എന്നെ വലിച്ചിട്ടുണ്ട് കയറി അടിച്ച് പുറത്തേക്ക് ഇറക്കി നന്നായിട്ടുണ്ട് ആക്രമിച്ച്. വീട്ടിൽ വേറൊരു മാതാവുണ്ട്, എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി മരിച്ചിട്ട് 10-23 വയസ്സായിട്ടുള്ള എൻ്റെ ഉപ്പ മരിച്ചിട്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ മാതാവിനെ അവരൊന്ന് തള്ളിയിട്ട് അങ്ങനൊരു ആകെ വിഷമത്തിലായിരുന്നു പ്രശ്നം. എന്തായാലും കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഇതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പുല്ലടി ശാന്തിനഗറിൽ 1/2 കിലോ കഞ്ചാവും LSD സ്റ്റാമ്പുമായി യുവാവ് എക്സൈസിൻ്റെ പിടിയിൽ. പുല്ലടി ശാന്തിനഗർ സ്വദേശി 18 വയസ്സുള്ള
ആകാശാണ് തൃശൂർ റേഞ്ച് എക്സൈസിൻ്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്കൂൾ കുട്ടികൾക്കുൾപ്പെടെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണിയായ ആകാശ് ഒളരി ഫ്ലാറ്റ് ബോംബേറ് കേസിലെ പ്രതി കൂടിയാണെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. വാണികുളത്തെ പെട്രോൾ പമ്പിന് തീയിടാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ സഹിതം പമ്പ് മാനേജർ ഷൊർണൂർ DYSPക്ക് നൽകിയ പരാതിയിലാണ് അന്വേഷണം. വാണിയംകുളം ടൗണിലെ KM പെട്രോൾ പമ്പിൽ തിങ്കളാഴ്ച രാത്രി 11 മണിക്ക് ശേഷമായിരുന്നു സംഭവം. ഓട്ടോറിക്ഷയിൽ പെട്രോൾ വാങ്ങാനെത്തിയ 3 പേരടങ്ങിയ സംഘമാണ് അക്രമം നടത്തിയത്. ബോട്ടിൽ കൈവശമില്ലെന്നും ഒരു ബോട്ടിലിൽ പെട്രോൾ നിറച്ചു തരണമെന്നും ഓട്ടോറിക്ഷയിലെത്തിയവർ പമ്പിലെ ജീവനക്കാരനോട് ആവശ്യപ്പെട്ടു. ബോട്ടിൽ ഇവിടെയില്ലെന്നും കൊണ്ടുവരണമെന്നും ജീവനക്കാർ പറഞ്ഞു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന 2 പേർ പുറത്തിറങ്ങി ബോട്ടിൽ പമ്പിലുണ്ടോ എന്ന് പരിശോധിക്കുകയും അതിനിടയിൽ ജീവനക്കാരെ അസഭ്യം പറയുകയും തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. ആവശ്യക്കാർക്ക് പമ്പിൽ നിന്ന് ബോട്ടിൽ നൽകേണ്ടത് ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞാണ് സംഘത്തിലെ 2 പേർ അസഭ്യം പറഞ്ഞത്. ബോട്ടിൽ തന്നില്ലെങ്കിൽ പമ്പിന് തീവയ്ക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയതായും ജീവനക്കാർ പറയുന്നു. പമ്പിൽ ബോട്ടിലില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ ഓട്ടോറിക്ഷയിൽ കരുതിയിരുന്ന ഒരു ക്യാൻ ജീവനക്കാർക്ക് നൽകി പെട്രോൾ നിറച്ചു നൽകാൻ നിർബന്ധിച്ചു. ഭീഷണികൾക്കും അസഭ്യം പറച്ചിലിനുമൊടുവിൽ ജീവനക്കാർ പെട്രോൾ ക്യാനിൽ നിറച്ചു നൽകി. ഇതിനുശേഷം വാങ്ങിയ പെട്രോൾ പമ്പിനുള്ളിൽ നിലത്തൊഴിക്കുകയും തീ കൊളുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം അടങ്ങിയ CCTV ഫുട്ടേജ് സഹിതമാണ് പമ്പ് മാനേജർ ഷൊർണൂർ DYSPക്ക് പരാതി നൽകിയത്. പമ്പുകൾക്ക് നേരെ രാത്രികാലങ്ങളിൽ നടക്കുന്ന അക്രമത്തെ പമ്പുടമ അബ്ദുൾ റഹ്മാൻ അപലപിച്ചു. ശേഷം വീണ്ടും തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഇവിടെ അതിലുള്ള ക്യാനിലുള്ള പെട്രോള് ഇവിടെ നമ്മുടെ ഡ്രൈവേയിൽ ഒഴിച്ചു കളഞ്ഞ് ആ പുള്ളിയുടെ കയ്യിൽ തീപ്പെട്ടി ഉണ്ടായിരുന്നു പോക്കറ്റിൽ. ആ തീപ്പെട്ടി എടുത്തിട്ട് ഇവിടെ തീ കൊളുത്താൻ ശ്രമിച്ചു. അത് എന്തോ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് നിന്ന് തീ വരാത്തത് കൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്നാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. നമ്മുടെ സ്റ്റാഫിൻ്റെ ആ ഒരു യഥാസമയത്തുള്ള ഒരു ഇടപെടലാണ് ഈ ഒരു ഇങ്ങനെ ഒരു വലിയൊരു അപകടം ഇവിടുന്ന് നടക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കത് തടയാനായി. പോലീസിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെയാണ് പരാതി കൊടുത്തത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം. കാർ നിയന്ത്രണം വിട്ട ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു അപകടം നടന്ന് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ദേശമംഗലം സ്വദേശികളായ 53 വയസ്സുള്ള വിജയകുമാറും മകൻ 23 വയസ്സുള്ള വിഷ്ണുവും സഞ്ചരിച്ചിരുന്ന ഓട്ടോയും എറണാകുളം സ്വദേശിയുടെ കാറും കൂടിയാണ് കൂട്ടിയിടിച്ചത്. കാർ നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോയിലുള്ളവർക്ക് ഗുരുതരമായി പരിക്കുപറ്റി. കൂട്ടിയിടിയിൽ 2 വണ്ടികളും റോഡിലെ വീട്ടിലേക്ക് ഇടിച്ചു കയറി. വീടിന് പുറത്ത് ആരുമില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെയും കാർ ഡ്രൈവറെയും ഓട്ടോ യാത്രികരെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ പുന്നയൂർക്കുളം മാഞ്ചിറയിൽ റോഡ് തോട്ടിലേക്ക് തകർന്നു വീണു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. റോഡിൽ വിള്ളൽ വീണ നിലയിൽ ഒരാഴ്ച മുൻപ് കണ്ടെത്തിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. റോഡ് തകർന്നു വീണത് കണ്ട് സ്വകാര്യ ബസ് നിർത്തി ഇട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. 13 കോടിയോളം രൂപ ചെലവഴിച്ച് 8 വർഷം മുൻപാണ് PWD റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഷൊർണൂരിൽ ഭാരതപ്പുഴയോര പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പദ്ധതി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. നഗരസഭയുടെ സുപ്രധാനമായ പദ്ധതി മൈനർ ഇറിഗേഷനാണ് നടപ്പിലാക്കുന്നത്. ആകെ 20 കോടിയുടെ പദ്ധതിയിൽ ആദ്യ ഗഡുവായി അനുവദിച്ച 5 കോടി രൂപയുടെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഷൊർണൂരിൽ ഭാരതപ്പുഴയോര പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പദ്ധതി പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. നിലവിൽ റിട്ടേണിംഗ് വാളിൻ്റെ പ്രവൃത്തികളാണ് പുരോഗമിച്ചു വരുന്നത്. കോൺക്രീറ്റ് ഫൗണ്ടേഷൻ മാത്രം 4.5 മീറ്റർ വീതിയിലാണ്. കരിങ്കൽ വാളിൻ്റെ വീതിയും 4 മീറ്റർ, ഉയരവും 4 മീറ്ററാണ്. ഈ പ്രവൃത്തികൾ നിലവിലുള്ള പാർക്കിൻ്റെ ഭാഗം ഒഴിച്ചു നിർത്തി ആകെ 450 മീറ്റർ നീളത്തിലാണ് വാൾ പണിയുന്നത്. ശാന്തിതീരത്തിന് സമീപത്തായി 30 മീറ്റർ നീളത്തിൽ പുഴയിലേക്ക് ഇറങ്ങുന്നതിനായി സ്റ്റെപ്പ് നിർമ്മിക്കും. റിട്ടേണിംഗ് വാളിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയായാൽ മറ്റു പ്രവൃത്തികളും ഉടൻ ആരംഭിക്കും. PG കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പ്രവൃത്തികൾ നടത്തിവരുന്നത്. നഗരസഭയുടെ സുപ്രധാനമായ ഈ പദ്ധതി മൈനർ ഇറിഗേഷനാണ് നടപ്പിലാക്കുന്നത്. നഗരസഭയുടെ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആകെ 20 കോടി രൂപയുടെ പദ്ധതിയാണിത്. നിലവിൽ അനുവദിച്ച 5 കോടി രൂപയുടെ ആദ്യഘട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടൺ നൂൽ കൊണ്ട് വ്യത്യസ്ത ഇനം അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ച റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥ. മങ്കര കണ്ണമ്പരിയാരം ഗോകുലത്തിൽ 60-കാരിയായ
ഉമാമഹേശ്വരിയാണ് നൂൽ കൊണ്ട് കൗതുകകരമായ വസ്തുക്കൾ നിർമ്മിച്ച് വീട് നിറയെ അലങ്കാരമാക്കി തൂക്കിയിട്ടിരിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഓൺലൈൻ മുഖേന വരുത്തിച്ച മാക്രോം നൂൽ ഉപയോഗിച്ചാണ് സ്വന്തം കൈകളാൽ ഇവയെല്ലാം തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. വീടുകളിലേക്ക് ആവശ്യമായ വാൾ ഹാങ്കറിംഗ്, കീ ചെയിൻ ഹോൾഡർ, ഷെൽഫുകൾ, ക്രിസ്തുമസ് ട്രീ മോഡൽ, പ്ലാന്റ് ഹാങ്ങിംഗ്, സ്ലിം ബാഗ്, സെറാമിക് ബെൽ ഹാങ്ങിംഗ്, വിവിധയിനം ഹാൻഡ് ബാഗുകൾ, ഹെയർ ക്ലിപ്പ്, ടേബിൾ മാറ്റ്, പ്ലാന്റ് ഹാങ്കർ, ഹാൻഡ് എംബ്രോയ്ഡറി, മറ്റ് അലങ്കാര വസ്തുക്കളടക്കം 100-ൽ പരം ഉൽപ്പന്നങ്ങൾ സ്വന്തം കൈകളിൽ നിർമ്മിച്ച് വീട് തന്നെ അലങ്കാരമാക്കി. 2 മാസം കൊണ്ടാണ് ഇവയെല്ലാം തന്നെ പൂർണ്ണമായും നിർമ്മിച്ചെടുത്തത്. ഭർത്താവ് മങ്കര പഞ്ചായത്ത് പ്രസിഡന്റായ MN ഗോകുൽദാസ്, മക്കൾ ഹരികൃഷ്ണൻ, ഗ്രീഷ്മ, മരുമകൾ വർഷ എന്നിവരുടെ സഹകരണവും ഇവർക്കുണ്ട്. ചെറുപ്രായത്തിൽ ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ താല്പര്യമുണ്ടായിരുന്നെങ്കിലും ബാങ്കിൽ ജീവനക്കാരിയായതിനാൽ സമയം ലഭിച്ചിരുന്നില്ല. ബാങ്കിൽ നിന്നും വിരമിച്ച ഉമാമഹേശ്വരി ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ സജീവമാണ്. ഇവരുടെ ഉൽപ്പന്നങ്ങൾ കണ്ട മങ്കര സ്വദേശിയായ DJ സ്ഥാപന ഉടമ ദിനേശൻ പാലക്കാട് നടത്തുന്ന ഇവരുടെ പരിപാടിയിൽ സ്റ്റാൾ നൽകി പ്രദർശനത്തിന് വെക്കാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വ്യത്യസ്ത ഐറ്റങ്ങൾ കൊണ്ട് വീട് നിറഞ്ഞതോടെ ആവശ്യക്കാർക്ക് വിൽപ്പന നടത്താനും ഇവർ റെഡിയാണ്. ആരും കണ്ടാൽ കൊതിച്ചു പോകുന്ന മനോഹരമായ വസ്തുക്കളാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. തികച്ചും പ്രത്യേകതരം കോട്ടൺ നൂൽ കൊണ്ടായതിനാൽ മലിനീകരണ പ്രശ്നങ്ങളൊന്നുമില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ ഏത് മോഡലും നിർമ്മിച്ചു നൽകാൻ ഇവർ തയ്യാറാണ്. കുറേയൊക്കെ ഉൽപ്പന്നങ്ങൾ പലർക്കും സൗജന്യമായി വിതരണം ചെയ്തതായി ഉമാമഹേശ്വരി പറഞ്ഞു. ആഫ്റ്റർ റിട്ടയർമെന്റ് ഞാൻ ഇതിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റി. പിന്നെ മാക്രം പറയുന്നത് ഒരു കോട്ടൺ ത്രെഡ്, അതും കൊണ്ട് ഹോം ഡെക്കറേഷനുള്ള ഐറ്റങ്ങൾ ഉണ്ടാക്കാം. സ്ലിംഗ് ബാഗ്, ഹാൻഡ് ബാഗ്, പ്ലാന്റ് ഹാങ്ങിങ്, വാൾ ഹാങ്ങിങ് ചെയ്യാറുണ്ട്. പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറി അറിയും, അതിൽ സാരി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആറി വർക്കും ചെയ്യാറുണ്ട്. ഇതിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓർഡർ എടുത്ത് ചെയ്തു തരും. പിന്നെ ഫസ്റ്റ് DJ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഒരു സ്റ്റാള് ഇന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന് ദിനേശൻ സാറ് ഒരു സഹായം ചെയ്തു കൊടുത്തു എനിക്ക്. പഞ്ചായത്ത് പ്രസിഡന്റായതിനാൽ ഒട്ടേറെ തിരക്കായതിനാൽ കുടുംബമൊത്ത് കൂടുതൽ സമയം ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും മറ്റും പിന്മാറുകയാണെന്നും കൂടുതൽ സമയം ഇനി കുടുംബവുമൊത്ത് കഴിയാനുള്ള ശ്രമത്തിലാണെന്നും ഭാര്യയ്ക്ക് പൂർണ്ണ സപ്പോർട്ടുമായി രംഗത്തുണ്ടാകുമെന്നും മുൻ പ്രസിഡന്റ് കൂടിയായ MN ഗോകുൽദാസ് അറിയിച്ചു. അലങ്കാര വസ്തുക്കൾ ആവശ്യമുള്ളവർ 81 21 12 31 34 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കുറെ വർഷങ്ങളായി രാഷ്ട്രീയ രംഗത്ത് നിന്നതുകൊണ്ട് കുടുംബപരമായ കാര്യങ്ങളിൽ പലപ്പോഴും ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 20-ാം തീയതിയോടുകൂടി എന്തായാലും രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു ഘട്ടം അവസാനിക്കുകയാണ്. അപ്പോൾ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മകന് ജോലി കിട്ടിയതിന് ശേഷം വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് വീട്ടിലിരിക്കുമ്പോൾ ഈ ഹാൻഡ് എംബ്രോയിഡറി പരിപാടികളൊക്കെ വളരെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അത് വീട്ടിലിരുന്ന് പലപ്പോഴും ഇത് ചെയ്യാറുണ്ട്. അത് പലർക്കും സൗജന്യമായിട്ടും ഒക്കെ കൊടുക്കുന്ന, കച്ചവടത്തിന് വേണ്ടി ചെയ്യാത്ത ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ ഞാൻ കൂടി ഫ്രീ ആയതുകൊണ്ട് ഈ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകളും മറ്റുമായിട്ട് ചെയ്യണം എന്നൊരു താല്പര്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് 2 മക്കളാണുള്ളത്. അവരുടെ പരിപൂർണ പിന്തുണ അവൾക്ക് ഈ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരുമകളും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം അതൃപ്തി പരസ്യമാക്കിയ ഇടത് മുന്നണി കക്ഷിയായ RJD പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ CPM അടിച്ചേൽപ്പിച്ചെന്നും RJD സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ദേശീയ സമിതി അംഗവുമായ യൂജിൻ മൊറേലി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഒരു സീറ്റിൽ ജയിക്കാത്ത കക്ഷികൾക്കും മന്ത്രിസഭയിൽ പങ്കാളിത്തമുണ്ടെന്നും RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി. വാടാനപ്പള്ളിയിൽ വൻ രാസലഹരി മരുന്നുവേട്ട. നെതർലാൻഡിൽ നിന്ന് കൊറിയർ വഴി എത്തിച്ച അതിമാരക മയക്കുമരുന്ന് എക്സൈസ് പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. പുല്ലഴി ശാന്തിനഗറിൽ കഞ്ചാവും LSD സ്റ്റാമ്പുമായി യുവാവ് പിടിയിൽ. ട്രെയിൻ യാത്രയ്ക്കിടെ യാത്രക്കാരുടെ ബാഗിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ 4 ഹരിയാന സ്വദേശികൾ ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. വാണിയംകുളത്തെ പെട്രോൾ പമ്പിന് തീയിടാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു. ദേശമംഗലം ആറങ്ങോട്ടുകരയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം. നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ചു കയറി. സംഭവം ബുധനാഴ്ച രാവിലെ. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പുന്നേർക്കുളം മാഞ്ചിറയിൽ റോഡ് തോട്ടിലേക്ക് തകർന്നു വീണു. പ്രതിഷേധവുമായി നാട്ടുകാർ. റോഡിൽ വിള്ളൽ വന്ന നിലയിൽ ഒരാഴ്ച മുൻപേ കണ്ടെത്തിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ. തകർന്നത് 8 വർഷം മുൻപ് 13 കോടിയോളം ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ രാത്രി 9 മണിക്ക്. നന്ദി, നമസ്കാരം.